ഓക്കെ, ഇനി അടുത്തത് നോക്കാം ബാക്കി. അപ്പൊ ജമീൽ ചോദിച്ചു പിന്നെ എന്തൊക്കെയാണ് ചോദിച്ചു. അപ്പൊ മുജീബ് പറയാണ് ഇനി നാവിന്റെ ശുക്ർ എന്താണെന്ന് പറഞ്ഞു കൊടുത്തത്. എന്താണ് നാവിന്റെ ശുക്ർ? നാവിന്റെ ശുക്ർ എന്താ നോക്കാം. അവന്റെ സ്തുതി പറയുക എന്ന് പറഞ്ഞാല് അൽഹംദുലില്ലാ എന്ന് പറയാം അല്ലെ. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ചിലപ്പോ നമുക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യം ഉണ്ടായാലും നമ്മൾ പറയില്ലേ അൽഹംദുലില്ലാ. നമ്മളെ വീട്ടിലൊരു നല്ലൊരു കുട്ടി ഉണ്ടായി അല്ലെ, നമ്മുടെ ഉമ്മാക്ക് പുതിയൊരു കുട്ടി പിറന്നു, നമുക്ക് നല്ലൊരു കുഞ്ഞ് അനിയനെ അല്ലെങ്കിൽ അനിയത്തി പറഞ്ഞാല് അൽഹംദുലില്ലാ എന്ന് പറയില്ലേ നമ്മള്. അതുപോലെ നമുക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി, അപ്പൊ നമ്മൾ എന്ത് പറയും? അൽഹംദുലില്ലാ എന്ന് പറയില്ലേ. ഓക്കെ, അങ്ങനെ. പിന്നെ അതുപോലെ അവൻ ചെയ്ത നിഅമത്തുകൾ എടുത്തു പറയുക, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുക. ഇവ നാവിന്റെ ശുക്രിൽ പെട്ടതാണ്. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അള്ളാഹുവേ എനിക്ക് നീ കാഴ്ച തന്നു, അള്ളാഹുവേ എനിക്ക് നീ മക്കളെ തന്നു, അള്ളാഹുവേ എനിക്ക് നീ പഠിക്കാനുള്ള തൗഫീക്ക് തന്നു. അങ്ങനെ ഒരുപാട് നന്മകൾ പറയാം കേട്ടോ. ഓക്കെ, പിന്നെ ജമീല് അടുത്തത്. അപ്പോൾ അവയവങ്ങളെ കൊണ്ടുള്ള ശുക്ർ എന്താണ് എന്ന് ചോദിക്കണം. അപ്പോൾ അവയവങ്ങളെ കൊണ്ടുള്ള ശുക്ർ എങ്ങനെയാണ്? മുജീബ് പറയാണ് പറഞ്ഞു തരാം, നീ ബേജാറാക്കല്ലേ, പറഞ്ഞു തരാന്ന് പറഞ്ഞു. അപ്പൊ മുജീബിനിപ്പോ ജമീലിനിപ്പോ തിരക്കായി, പറഞ്ഞു തരാം. നമ്മുടെ അവയവങ്ങളെ അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ ഉപയോഗപ്പെടുത്തൽ, കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവയത്തടയൽ, ഇവ അവയവങ്ങളുടെ ശുക്റാണ്. നിനക്ക് മനസ്സിലായോ? അതായത് നമ്മളെ അവയവങ്ങളുണ്ട് അല്ലേ, കൈയുണ്ട്, കാലുണ്ട്, അവ അള്ളാഹുവിന് വഴിപ്പെടുക, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, പള്ളിയിലേക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, മനസ്സിലായോ? അങ്ങനെ ഉപയോഗിക്കുക. കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവയെ തടയുക, മോശമായ ഹറാമായ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. അതാണ് അവയവങ്ങളുടെ ശുക്ർ എന്ന് പറഞ്ഞാല്. അപ്പൊ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ ജമീല് മനസ്സിലായി എന്ന് പറഞ്ഞു. ഓക്കെ, ജമീല് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പൊ മുജീബ് പറയണേ ഞാനൊരു ചരിത്രം കൂടി പറഞ്ഞുതരാം. ജമീല് പറയൂ, ചരിത്രം എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമാണോ ചരിത്രം, കഥ ഇഷ്ടമാണോ? ആർക്കൊക്കെ ഇഷ്ടമുള്ളത്? ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇഷ്ടമുള്ളവരൊക്കെ ഇത് കൈ പൊന്തിച്ചേ നോക്കട്ടെ. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ? വെരി ഗുഡ്. ഓക്കെ, എന്നാ നമുക്ക് നോക്കാലേ, ചരിത്രം നോക്കാലേ അല്ലേ? അപ്പോ നമുക്ക് ചരിത്രം നോക്കാം, എന്തൊക്കെയാണ് ചരിത്രം. അപ്പൊ നോക്കാം. അപ്പൊ മുജീബ് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ നീര് വന്ന് വീർത്തു പൊട്ടുന്നത് വരെ തങ്ങൾ രാത്രി നിന്ന് നിസ്കരിച്ചു. നബി തങ്ങളുടെ കാലിൽ നിന്ന് നീര് വന്ന് അത് വീർത്ത് പൊട്ടുന്നത് വരെ നബി തങ്ങൾ രാത്രി നിസ്കരിച്ചു. അപ്പൊ നബി തങ്ങൾ ആയിഷ ബീവി നബി തങ്ങളോട് ചോദിക്കുകയാണ്, പാപസുരക്ഷിതരായ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നബി ഇങ്ങനെ വളരെ വിഷമത്തോടും കൂടെ കാലിൽ നിന്നൊക്കെ നീരൊക്കെ വന്നിട്ടും അങ്ങനെ അത്രത്തോളം നിസ്കരിക്കുകയാണ്. നീര് വന്നിട്ടല്ല നിസ്കരിക്കുന്നത്, നിസ്കരിച്ചിട്ട് നീര് പൊട്ടുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണേ. നിന്ന് കാലിൽ നീര് വന്നിട്ട് പൊട്ടുകയാണ്, അല്ലാതെ നീര് വന്നിട്ട് നിസ്കരിക്കല്ല. അപ്പോൾ അങ്ങനെ നിസ്കരിക്കണം. അതുവരെ നിസ്കരിക്കുമ്പോൾ ആയിഷ ബീവി നബി തങ്ങളുടെ പ്രയാസം എന്നിട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? പാപസുരക്ഷിതരായ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അപ്പോൾ നബി തങ്ങൾ പറയാണ്, അഫലാ അകൂന അബ്ദൻ ശകൂറ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാടാട്ടോ. അഫലാ അകൂന അബ്ദൻ ശകൂറ. നബി തങ്ങൾ എന്താ പറഞ്ഞത്? അഫലാ അകൂന അബ്ദൻ ശകൂറ. അതിൻ്റെ അർത്ഥവും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഞാനൊരു നന്ദിയുള്ള അടിമ ആകേണ്ടതില്ലയോ? ഞാനൊരു നന്ദിയുള്ള അടിമ ആകേണ്ടതില്ലയോ? അപ്പോൾ നമ്മളും എന്ത് ചെയ്യണം? നന്ദിയുള്ളവരാണല്ലേ. എല്ലാ പാപവും നബിതങ്ങൾ ഒരു പാപവും ചെയ്തിട്ടില്ല അല്ലേ? നബിതങ്ങൾ ഒരു നുണ പോലും ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല, ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടുമില്ല. എന്നാലും നബിതങ്ങൾക്ക് അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തിട്ടുണ്ട് അല്ലേ? അത്രയും നബിതങ്ങൾ
അങ്ങനെ നിസ്കരിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞ എന്താണ്, ഞാൻ നന്ദിയുള്ള അടിമയാവുണ്ട്. അപ്പോൾ നമ്മളോ, നമുക്ക് അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നു. അപ്പോൾ നമ്മൾ അതിലേറെ നന്ദിയുള്ളവരാണല്ലേ. നന്ദി ചെയ്യുന്നവർക്ക് നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മനസ്സ്, ശരീരം, സമ്പത്ത് മുതലായവ അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ ചിലവഴിക്കൽ നന്ദികേടാണ്. എൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ കഠിനമായതാണെന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജമീൽ പറയാണ്, എനിക്കെല്ലാം മനസ്സിലായി, ഇന്നു മുതൽ ഞാൻ നന്ദിയുള്ളവനാകും ഇൻഷാ അല്ലാഹ്, വരൂ നമുക്ക് നിസ്കരിക്കാം എന്ന് പറഞ്ഞിട്ട് ജമീൽ മുജീബിനെ ക്ഷണിക്കുകയാണ്. ആദ്യം മുജീബ നിസ്കരിക്കാൻ ക്ഷണിച്ചു, ഇപ്പോൾ ജമീൽ തന്നെ എന്തായി, ക്ഷണിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ എല്ലാതും? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ നന്ദിയുള്ളവരാവൂലേ? ആവൂലേ? നന്ദിയുള്ളവരാവുന്നവരൊക്കെ ലൈക്ക് കിട്ടാണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉത്തരങ്ങൾ നോക്കാട്ടോ, കണ്ടെത്താം. ശുക്ർ എന്നാൽ എന്ത്? ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. എന്താണ്? ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. ഇനി ശുക്ർ ഉണ്ടാവണം എന്തുകൊണ്ടല്ല? മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും. ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? മുസ്ലിമായി എന്നുള്ളത്. ഇനി എങ്ങനെയെന്നുള്ള ചോദ്യമാണ്. നാവിന്റെ ശുക്ർ, അവന് സ്തുതി പറയുക, അവൻ ചെയ്ത അവയവങ്ങളുടെ ശുക്ർ എങ്ങനെയാണ്? അവയവങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടുന്നതിന് ഉപയോഗിക്കുക, കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവയെ തടയുക. ഖൽബിന്റെ ശുക്ർ എങ്ങനെയാണ്? ഖൽബിന്റെ ശുക്ർ അല്ലാഹുവിൽ വിശ്വസിക്കുക, അവനെ സ്മരിക്കുക, മനസ്സാൽ അവനെ സ്തുതിക്കുക. ഇനി ആലോചിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, നാം എങ്ങനെ നന്ദി ചെയ്യുന്നു, അനുഗ്രഹങ്ങൾ ഉണ്ടായാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മൾ ശീലിക്കണം കേട്ടോ. എന്ത് അനുഗ്രഹം ഉണ്ടായാലും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ പറഞ്ഞൂലേ, എന്തൊക്കെയാണ്? നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, ഇതൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ സന്ദർഭം വിവരിക്കാറുണ്ട്, അഫലാ അകൂന അബ്ദൻ ഷക്കൂറ എന്നുള്ള സന്ദർഭം. ഈ ഒരു ചരിത്രം എല്ലാവരും മനസ്സിലാക്കി വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ നിന്ന് നീര് വന്ന് വീർത്ത് പൊട്ടുന്നത് വരെ തങ്ങൾ രാത്രി നിസ്കരിച്ചു. അപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, പാപസുരക്ഷിതരായ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ആയിഷ ബീവി എന്താ ചോദിച്ചത്? പാപസുരക്ഷിതരായ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അപ്പോൾ നബി തങ്ങൾ എന്താ മറുപടി പറഞ്ഞു? അഫല അകൂന അബ്ദൻ ഷക്കൂറ, ഞാനും നന്ദിയുള്ള അടിമ ആകേണ്ടതില്ലയോ? ഈ പാഠത്തുനിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 2021 ചോദിച്ചൊരു ചോദ്യമാണ്, വ്യക്തമാക്കാം എന്ന് പറഞ്ഞിട്ട് ക്ഷമ. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറയൂ, മറന്നു നിങ്ങള്? പകുതിയാണ് ക്ഷമ എന്ന്. അതെ, ക്ഷമ അല്ലേ, സോറി. 3ാമത്തെ ചോദ്യമാണ് ഇതിൽ വന്നിട്ടില്ലേ. ശുക്ർ പറഞ്ഞാൽ എന്താണ്? എന്താ ശുക്ർ? അത് 4 മാർക്കിന്റെ ചോദ്യം കേട്ടോ, 4 മാർക്കിന്റെ ചോദ്യമാണ്. ഇനി ഇതിൽ 8ാമത്തെ ചോദ്യം വന്നിട്ടുണ്ട്, ഉത്തരം എഴുതാമെന്ന് പറഞ്ഞിട്ട് പാപസുരക്ഷിതരായ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തായിരുന്നു? അഫല 5 മാർക്കിന്റെ ചോദ്യം. ഓക്കെ. ഇനി അടുത്തത് 2023 ചോദിച്ചൊരു ചോദ്യമാണ്, അർത്ഥം എഴുതാം. വീണ്ടും അഫല അകൂന അബ്ദൻ ഷക്കൂറ അല്ലേ. എന്താണ് അതിന്റെ അർത്ഥം? ഞാനും നന്ദിയുള്ള. ആ 2023 വേറൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്, ശുക്ർ എന്നാൽ എന്ത്? എന്താണ്? എന്താ ശുക്ർ എന്ന് പറഞ്ഞാല്? ഇനി 2024 ചോദ്യം വന്നിട്ടുണ്ട്, 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഉത്തരം പറയുക എന്ന് പറഞ്ഞിട്ട്
ഇതേ ചോദ്യം തന്നെ. ശുക്ർ എന്നാൽ എന്ത് എന്ന് പറഞ്ഞാണ് എല്ലാവരും. ശുക്ർ പറഞ്ഞാൽ എന്താ? ഗുണം ഒരേ ചെയ്തവന്റെ ചോദ്യങ്ങൾ തന്നെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അഖ്ലാഖിലെ 9ാമത്തെ പാഠം. അഖ്ലാഖിലെ 9ാമത്തെ പാഠം. നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് തിരിച്ച് അങ്ങോട്ട് നമ്മൾ എന്താ പറയുക? ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ താങ്ക്സ് എന്ന് പറയും അല്ലേ? നമ്മളിപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ താങ്ക്സ് എന്ന് പറയും. അറബിയിലാണെങ്കിലോ ജസാക്ക് അല്ലാഹ് എന്ന് പറയും അല്ലേ? പറയലുണ്ടോ നിങ്ങൾ? അങ്ങനെ പറയലുണ്ടോ? ജസാക്ക് അല്ലാഹ് എന്ന് പറയും. അപ്പോൾ അതെന്താണ് അങ്ങനെ പറയുന്നത്? നമ്മൾ നന്ദി പ്രകടിപ്പിക്കുകയാണ് അല്ലേ? മലയാളത്തിൽ പറയുകയാണെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുകയാണ്. നമുക്കിപ്പോൾ ക്ലാസ്സിൽ ഒരാളടുത്ത് പേനല്ല, അപ്പോൾ ഒരാൾ ചോദിക്കുക. ഉദാഹരണം, അമീന ഹയ റിസ്നയുടെ അടുത്ത് ചോദിക്കുകയാണ്, റിസ്ന എനിക്ക് പേന തരുമോ? അപ്പോൾ അതിനെന്താ ഇതാ പേന. അപ്പോൾ നമ്മളെന്ത് പറയും? താങ്ക്സ് എന്ന് പറയും അല്ലേ? റിസ്ന പറയും, അമീന ഹയ പറയും താങ്ക് യു, എനിക്ക് പേന തന്നതിൽ താങ്ക്സ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുമ്പോഴാണ് നമ്മൾ താങ്ക്സ് പറയല്ലേ, നമ്മൾ നന്ദി പറയുക അല്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് ആരോടാണ്? ആരോടാ? അതെ, ഹംദാൻ പറഞ്ഞത് വളരെ ശരിയാണ്. അള്ളാഹുവിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി നമ്മൾ കാണിക്കേണ്ടത്. കാരണം നമ്മളെ പടച്ചത് തന്നെ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി അല്ലേ? എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ. ചില അനുഗ്രഹങ്ങൾ പറയുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് നല്ല ഉമ്മാനിയും നല്ല ഉപ്പാനിയും തന്നു അല്ലേ? എല്ലാരും ഉമ്മിക്ക് നല്ലതല്ലേ? ഷാറല്ലേ? അടിയിട്ടുണ്ടോ? അടിയിട്ടുണ്ടോ ഉമ്മാൻ്റെക്കുന്നു ഉപ്പാൻ്റെക്കുന്നു? അത് കുഴപ്പമില്ല. ചില ആൾക്കാർക്ക് അടി കിട്ടാൻ ഉമ്മയില്ല ഉപ്പിയില്ല അല്ലേ? ഉമ്മ ഉപ്പിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അള്ളാഹു ഉമ്മാനി ഉപ്പാനി തന്നു. പിന്നെ വീടില്ലാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാൻ കഴിയും അല്ലേ? പക്ഷെ അള്ളാഹു നമുക്ക് വീടും തന്നു അല്ലേ? കയ്യും കാലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് 2 കൈയും 2 കാലും തന്നു, കാഴ്ച ശക്തി തന്നു, സംസാരശേഷി തന്നു. ഇതൊന്നുമില്ലാത്ത ആൾക്കാരെ നമുക്ക് കാണലുണ്ട് അല്ലേ? ഓക്കെ. അപ്പോ അള്ളാഹു നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്തു തന്നിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശുക്ർ ചെയ്യണം, നന്ദി ചെയ്യണം. അള്ളാഹുവിനോട് എങ്ങനെ നന്ദി ചെയ്യാം? ഇബാദത്ത് ചെയ്തുകൊണ്ട് നന്ദി ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ? നമ്മുടെ പാഠത്തിന്റെ പേരെന്നെ എന്താണ്? നന്ദി കാണിച്ച് നല്ലവനാവുക. നന്ദി കാണിച്ചാല് നമുക്ക് നല്ല ആൾക്കാരാകാം. അതാ പറയണേ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം പാഠം വായിച്ചു നോക്കാം. ഈ പാഠം എന്ന് പറയുന്നത് 2 ആൾക്കാരുടെ സംഭാഷണമാണ്. ആരുടെയൊക്കെ സംഭാഷണമാണ്? മുജീബ്, ജമീല് എന്ന് പറയുന്ന 2 സുഹൃത്തുക്കളുടെ സംഭാഷണമാണ്. അപ്പൊ ഈ ഒരു സംഭാഷണത്തിലൂടെയാണ് നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ഞാനൊന്ന് വായിക്കുകയാണ്. മുജീബ് പറയാണ്, എല്ലാവരും കൂടെ ശ്രദ്ധിച്ചു കേട്ടോ. അസ്സലാമു അലൈക്കും. മൈക്ക് എല്ലാവരും ഓഫാക്കണം, മൈക്ക് ഓഫാക്കണം കേട്ടോ. അപ്പൊ ജമീല് പറയാണ് വഅലൈക്കും അസ്സലാം. നമ്മൾ ഒരാളെ ആദ്യം കണ്ടുമുട്ടുമ്പോൾ സലാം പറഞ്ഞു അല്ലേ? എന്നിട്ട് മുജീബ് ചോദിക്കാണ്, നീ എവിടുന്നാണ് വരുന്നത്? എവിടുന്ന് നീ വരുന്നത്? ജമീല് പറയാണ്, ഞാൻ ടൗണിൽ നിന്നാണ്. മുജീബ് പറഞ്ഞു, ബാങ്ക് കൊടുക്കാറായി, നമുക്ക് പള്ളിയിൽ പോയാലോ? അപ്പൊ ജമീല് പറയണേ, ഇല്ല, ഞാൻ വരുന്നില്ല. മുജീബ് ചോദിച്ചു, എന്താ വരാത്ത എന്ന് ചോദിച്ചു. അപ്പൊ ജമീല് പറയണേ, ഞാൻ പള്ളിയിൽ പോകൽ കുറവാണ്, ഞാൻ പള്ളിയിലൊന്നും അങ്ങനെ
പോകാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ മുജീബ് ജമീലിന്റെ അടുത്ത് പറയാണ്, ജമീലെ, നാം ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് തന്നെ അവനെ ആരാധിക്കാനാണ്. അവൻ എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് ചെയ്തു തന്നത്. നീ ഇതിനൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ലേ? നീ ഇതൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ലേ എന്ന് ചോദിക്കണം. വലൈക്കുസ്സലാം. എവിടെയായിരുന്നു അസ്ലഹ്? എന്റെ അപ്പച്ചി കോയമ്പത്തൂർ വയ്ക്കുന്ന 2 ദിവസം ഇപ്പളെത്തി. അപ്പൊ ജമീല് പറയാണ്, ഇല്ല, നീ എനിക്ക് പറഞ്ഞു തന്നാലും ഞാൻ അതൊന്നും ആലോചിച്ചിട്ടില്ല. ജമീല് പറഞ്ഞു, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, നീ പറഞ്ഞു തായോ എന്ന് പറഞ്ഞു. അപ്പൊ മുജീബ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? അള്ളാഹു എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. എന്നെയും നിന്നെയും മുസ്ലിമാക്കിയത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ? അല്ലേ? നമ്മളൊക്കെ മുസ്ലിമാക്കിയതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മൾ മനുഷ്യരാണ് നമ്മളെ മുസ്ലിമാക്കില്ലേ? മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരൊക്കെ എവിടേക്കാരം നാളെ മരിച്ചു വന്നാല് നരകത്തിലാക്കാരം. അപ്പൊ നമുക്ക് അള്ളാഹു മുസ്ലിമാക്കി. ഇനി അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? മുസ്ലിമായിട്ട് മരിപ്പിക്കും വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ നമ്മുടെ കണ്ണ്, മൂക്ക്, മറ്റുള്ളവയെല്ലാം അവന്റെ അനുഗ്രഹങ്ങളാണ്. ഇതിനെല്ലാം നാം ശുക്ർ ചെയ്യണം, അല്ലേ? അള്ളാഹു നമുക്ക് കണ്ണ് തന്നു, മൂക്ക് തന്നു, മറ്റുള്ള അവയവങ്ങളുണ്ട്, അല്ലേ? ഒരുപാട് അവയവങ്ങളുണ്ട്, അതൊക്കെ തന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ജമീൽ ചോദിച്ചു, ഈ ശുക്ർ എന്ന് വെച്ചാൽ എന്താണ്? ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ് ശുക്ർ എന്ന് പറഞ്ഞാൽ? അപ്പൊ മുജീബ് പറഞ്ഞു കൊടുക്കുകയാണ്, ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക, അതാണ് ശുക്ർ. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്താണ് ശുക്ർ? എന്താണ്? ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. ഓക്കെ. ഇനി ജമീൽ ചോദിക്കാണ്, നാം എങ്ങനെയാണ് ശുക്ർ ചെയ്യുക? എനിക്കൊന്നും അറിഞ്ഞൂടാ, ഒന്ന് പറഞ്ഞിട്ട് മുജീബേ എന്ന് പറഞ്ഞു ജമീലെ. അപ്പൊ മുജീബ് പറഞ്ഞാണ്, മനസ്സ് കൊണ്ടും വാക്ക് കൊണ്ടും കർമ്മം കൊണ്ടും ശുക്ർ ചെയ്യാം. 3 തരത്തിലുള്ള ശുക്റുകളുണ്ട്. ഒന്ന് മനസ്സുകൊണ്ട്, പിന്നെ ഒന്ന് വാക്കുകൊണ്ട്, പിന്നെ കർമ്മം കൊണ്ട്, പ്രവൃത്തികളെ കൊണ്ട്. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ ജമീൽ പറഞ്ഞു, നീ വ്യക്തമാക്കി പറയൂ. ആരോ മൈക്കോണല്ല ഓഫായിക്കെ. അപ്പോ നീ വ്യക്തമാക്കി പറയൂ എന്ന് പറഞ്ഞു. എങ്ങനെയാണ്? അപ്പൊ മുജീബ് പറയാണ്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കലുമാണ് മുസ്ലിമാക്കിയതിനുള്ള നന്ദി. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മളോട് നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, പിന്നെ ഹജ്ജ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് നമ്മൾ ചെയ്യുക, അല്ലേ? പിന്നെ നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മളടുത്ത് അള്ളാഹു കള്ള് കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, കളവ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ച വലിയ പാപങ്ങളിലെ കൊല ചെയ്യരുത് എന്ന് പഠിച്ചിട്ടുണ്ട്, പിന്നെ വ്യഭിചരിക്കരുത് എന്ന് പഠിച്ചിട്ടുണ്ട്, നിസ്കാരം ഉപേക്ഷിക്കരുത് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മോഷണം ഇതൊക്കെ ചെയ്യാതിരിക്കലുമാണ് മുസ്ലിമാക്കിയതിനുള്ള നന്ദി. പിന്നെ എന്താണ് ഇനി? മനസ്സ്, അല്ലെ? മനസ്സിന്റെ നന്ദി എന്താ നോക്കാൻ? അള്ളാഹുവിൽ വിശ്വസിക്കുക, അവനെ സ്മരിക്കുക, മനസ്സാൽ അവനെ സ്തുതിക്കുക, ഇവ ഖൽബിന്റെ ശുക്റാണ്. അപ്പൊ അതെല്ലാവരും പ്രത്യേകം മനസ്സിലാക്കുക. മനസ്സിന്റെ, അതായത് ഖൽബിന്റെ ശുക്ർ ഏതാണ്? ഏതൊക്കെയാണ്? അള്ളാഹുവിൽ വിശ്വസിക്കുക, അവനെ സ്മരിക്കുക എന്ന് പറഞ്ഞാല് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാലേ എന്താണ്? അള്ളാഹുവിന് ദിക്ർ ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. പിന്നെ മനസ്സാൽ അവനെ സ്തുതിക്കുക. മനസ്സിലെപ്പോഴും നമുക്ക് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ നമ്മുടെ മനസ്സിൽ വേണം. ഓക്കെ, പാടത്തുനിന്ന് വരുന്നത് കേട്ടോ. സാരം എഴുതുകാറുണ്ട്. അഫല അക്കൂന അബ്ദുൽ ഷക്കൂറ. എന്താണ് അഫല അക്കൂന അബ്ദുൽ ഷക്കൂറ?
അപ്പൊ ഇത് ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാട്ടോ. ശുക്ർ എന്നാൽ എന്ത്, അഫലാഖുൻ അബ്ദൻ ഷക്കൂറ അതിന്റെ അർത്ഥം വളരെ പ്രധാനപ്പെട്ടതാണ്. 2025 ചോദ്യം വന്നിട്ടില്ല, അതുപോലെ തന്നെ 2022 ചോദ്യങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 2026 എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഓരോ കൊല്ലം ഇടപെട്ടിട്ടാണ് ഈ പാഠത്തിന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പാഠം നന്നായിട്ട് പഠിക്കാം. ഓക്കെ, പഠിക്കൂലേ നിങ്ങള്? പഠിക്കൂലേ? ചില ആൾക്കാർക്ക് പഠിക്കാനൊക്കെ മടിയുണ്ട് അല്ലേ? ചില ആൾക്കാർക്ക് പഠിക്കാനൊക്കെ മടിയുണ്ട് അല്ലേ? ഉണ്ടോ? ആർക്കാ മടിയുള്ളത്? നമ്മൾ എടുക്കുന്ന പാഠങ്ങളൊക്കെ അന്ന് തന്നെ നിങ്ങൾ പഠിക്കലില്ലേ? അന്ന് തന്നെ പഠിക്കണേ, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് പഠിക്കാൻ സമയം ഉണ്ടാവില്ല. ഓരോ പാഠങ്ങളും അന്ന് തന്നെ പഠിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ മോക്ക് ടെസ്റ്റ് ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ഉണ്ടാവുകയെ. എല്ലാവരും അതിനിപ്പോ തന്നെ പഠിച്ച് തയ്യാറായിക്കോളി കേട്ടാ. മോക്ക് ടെസ്റ്റില് ആരാണ് കൂടുതൽ മാർക്ക് വാങ്ങുന്നത് അവരായിരിക്കും നമ്മൾ ഈ ഒരാഴ്ച എടുത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അതായത് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും? ക്വസ്റ്റ്യൻസ് 30 മാർക്കിനുള്ള 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കാ? ആ അതെ അതെ, ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് പോരെ? ഒരു മാർക്ക് പോരെ? കൂടുതൽ വേണനി? കൂടുതൽ മാർക്ക് ആയ പിന്നെ ഒരു മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നല്ല മാർക്ക് പറയും. അതായത് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ നല്ല മാർക്ക് പറയും. അപ്പൊ 60-ലായിരിക്കും മാർക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ അത് വീക്ക്ലി ടോപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാവൂലേ, അതിലങ്ങനെ നമ്മൾ എല്ലാ വീക്കിലി ഉള്ളതിൽ നമ്മൾ മന്ത്ലി ഒരു ടോപ്പേഴ്സിനെ തിരഞ്ഞെടുക്കും. അങ്ങനെ ആ ടോപ്പറിനായിരിക്കും എന്തുണ്ടാകുക പറയൂ, സമ്മാനം ഉണ്ടാകുക. അത് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കും. വീക്ക്ലി ടെസ്റ്റിൽ മാർക്കുണ്ടോ നോക്കും. അതുപോലെ തന്നെ നമ്മൾ ഇനി മന്ത്ലി എക്സാം വരുന്നുണ്ട്. ഡിസംബർ 3 മുതൽ മന്ത്ലി എക്സാം ഉണ്ടാവും. അത് ഔദ്യോഗികമായിട്ട് നിങ്ങൾ അറിയിക്കും. അപ്പോൾ ആ എക്സാമും എന്ത് ചെയ്യും? മദ്രസയിലെ എക്സാം ആണ്. മദ്രസയില് എക്സാം ഉണ്ട്. ഓക്കെ, മദ്രസയിൽ എക്സാം ഉണ്ടായിക്കോട്ടെ. നമ്മൾ പഠിക്കണതൊക്കെ ഒന്ന് തന്നെയല്ലേ? മദ്രസയിലും ഇവിടെയൊക്കെ പഠിക്കണ ഒന്ന് തന്നെയല്ലേ? അപ്പൊ സുഖമായാലോ? രണ്ടേക്കും ഒരു പ്രാവശ്യം പഠിച്ചാൽ മതി. ആ ഓക്കെ. അപ്പോൾ മന്ത്ലി എക്സാം ഉണ്ടാവും, അതിക്ക് പഠിക്കാം. പിന്നെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മന്ത്ലി ടോപ്പർ തിരഞ്ഞെടുക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും നേരത്തെ ഫസ്റ്റ് ക്ലാസ്, അതായത് തുടക്കം മുതൽ അവസാനം വരെ ക്ലാസ്സിലുണ്ടോ, വീഡിയോ ഓണാക്കുന്നുണ്ടോ, ക്ലാസ്സിൽ ആക്റ്റീവാണോ, ചോദിക്കുമ്പോൾ മറുപടി പറയുന്നുണ്ടോ, ഇതൊക്കെ നോക്കൂ. ഇതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ മാർക്ക്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ ആവരുത്. നമ്മുടെ വീക്ക്ലി ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമായിട്ട് കണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓക്കെ, എല്ലാവരും മത്സരിച്ചിട്ട് മാർക്ക് വാങ്ങണം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇത് കിട്ടുള്ളൂ. അല്ല നന്നായിട്ട് മത്സരിച്ചിട്ട് ഇപ്രാവശ്യം ഞാനാണ് ഫസ്റ്റ് വാങ്ങാന്ന് പറഞ്ഞിട്ട് മത്സരിച്ചിട്ട് എന്ത് ചെയ്യണം? താത്താക്ക് എഴുതാണ്ടോ? പഠിച്ചോനെ, ആരാണത്? ഷായോ? ഷാന്റെ താത്ത എത്രയിലാ പഠിക്കണപ്പോ? 9-ലാ. ഓക്കെ ഓക്കെ. ഇനി ആർക്കാ താത്തുള്ളത്? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഡൗട്ട് ചോദിച്ചോളൂ. ജമാഅത്തിനാണെങ്കിൽ ജഹറാക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, ജമാഅത്തിനാണെങ്കിൽ ജഹറാക്കുക എന്ന് പറഞ്ഞാലേ, നമ്മള് ജഹറാക്കുക എന്ന് പറഞ്ഞ ഉറക്കെ ഓതുക. ജമാഅത്ത് നിസ്കരിക്കൂലേ? ജമാഅത്ത് നിസ്കരിക്കുമ്പോ എന്ത് ചെയ്യണം? ഉറക്കെ ഓതുക. ഓക്കെ ഓക്കെ. അത് ഏത് പാഠത്തിലാ പറയുന്നത്?
ബാങ്കിന്റെ പാഠത്തിൽ അല്ലേ? അപ്പൊ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാങ്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഉറക്കനെ ബാങ്ക് കൊടുക്കണം. മറ്റേ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം കേട്ടാൽ മതി. ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആരാണോ നമ്മുടെ ജമാഅത്തിനുള്ളത് അതിലൊരാൾ കേൾക്കണം. അതാണ് നമ്മൾ പള്ളിയിൽ നിന്ന് എന്ത് ചെയ്യണത്? ബാങ്ക് കൊടുക്കുമ്പോൾ ഉറക്കനെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഉറക്കനെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉച്ചത്തിൽ കൊടുക്കണം. ചില ആൾക്കാർക്ക് ഉറക്കനെ എന്ന് പറഞ്ഞത് മനസ്സിലാവില്ല അല്ലേ? ചില നാട്ടില് റിഷാർക്ക് മനസ്സിലായോ? റിഷാന്റെ നാട്ടിൽ എന്താ ഉച്ചത്തിൽ എന്നുള്ളതിന് എന്താ പറയാ? അതേപോലെ തന്നെയാണോ? ചിലപ്പോ എന്തോ ബെൽച്ചു എന്നൊക്കെ പറയില്ല. അതെവിടെ? കാസർഗോഡാ? ആ, അപ്പൊ അതില് 2 പാടല്ലേ വന്നിട്ടുള്ളൂ. എവിടെ? ആദ്യത്തെ മോക്ക് ആദ്യത്തെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ എല്ലാ ഞായറാഴ്ച ഉണ്ടാക്കുക. അപ്പൊ ആദ്യത്തെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ അതിന്റെ മുന്നേ 2 പാഠങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഒരു ഞായറാഴ്ചയുടെ മുന്നേ നമ്മൾ എത്ര പാഠങ്ങളാണോ എടുത്തത് ആ പാഠങ്ങളിൽ നിന്നാണ് എക്സാം ഉണ്ടാവുക. അപ്പൊ അത് പിന്നെ വരില്ല? ഇല്ല, അത് പിന്നെ ഇനി ആ പാഠത്തിൽ നിന്ന് മന്ത്ലി എക്സാമിലെ ചോദ്യങ്ങൾ വരുള്ളൂ. ഇപ്പോ തിങ്കളാഴ്ച മുതൽ നമ്മൾ ശനിയാഴ്ച വരെ എടുക്കുന്ന പാഠങ്ങൾ. ഓക്കെ, അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, എല്ലാവരും നന്നായി പഠിക്കുക കേട്ടോ. ആ, തിങ്കളും തുകയും വിഷയം എടുത്തേ. തിങ്കളും ഞാൻ ബുധനാഴ്ച തിങ്കളും ചൊവ്വയും പറഞ്ഞുതരാം കേട്ടോ. തിങ്കൾ അല്ലേ? തിങ്കളാഴ്ച നമ്മള് എടുത്തത് തജ്വീദല്ലേ എടുത്ത് അല്ലേ? തിങ്കളാഴ്ച തജ്വീദ്, പിന്നെ ചൊവ്വാഴ്ച താരീഖാണ് എടുത്ത്. ഓക്കെ, പിന്നെ ബുധനാഴ്ച ലിസാന്. തിങ്കളാഴ്ച തജ്വീദില് ജംഉൽ ഖുർആനല്ലേ എടുത്ത്? അതെ അതെ, 9ാമത്തെ പാഠം. തിങ്കളാഴ്ച എടുത്തതിലല്ലേ? തിങ്കളാഴ്ച എടുത്തതില് നമ്മൾ എടുത്തത് തജ്വീദിലെ 11ാമത്തെ പാഠം. തജ്വീദിലെ 11ാമത്തെ പാഠം ഏതാ? തജ്വീദിൽ 11 അൽ ഖുർആഉൽ അശറ എന്നുള്ള പാഠം അല്ലേ? അൽ ഖുർആഉൽ അശറ എന്നുള്ള പാഠം എടുത്തത്. ജംഉൽ ഖുർആൻ അല്ല, അൽ ഖുർആഉൽ അശറ. ഓക്കെ, അപ്പോ പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് കൂടെ ഏതൊക്കെ പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒന്നുകൂടി പഠിക്കാനും സുഖമാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തയ്യാറാവുക. പ്രാവശ്യം ലിസ്റ്റിൽ നമ്മളിത് PSC ലിസ്റ്റ് എന്നൊക്കെ പറയില്ല, അതേപോലെ ഇങ്ങനെ ലിസ്റ്റിൽ ഇൻഷാ അല്ലാഹ്. ഞാൻ ദുആ ചെയ്തുകൊണ്ട് മാത്രം കാര്യമല്ല, നിങ്ങൾ നന്നായി പരിശ്രമിക്കും വേണം. ഓക്കെ, മനസ്സിലായോ? ഞാൻ ദുആ ചെയ്തുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല, നിങ്ങൾ നന്നായി പരിശ്രമിക്കുക. അപ്പോൾ ദുആ ചെയ്യുക, പരിശ്രമിക്കുന്നതിൻ്റെ കൂടെ ദുആ ചെയ്യുമെന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പഠിച്ചൊക്കെ എന്ത് ചെയ്യും? പരീക്ഷയിൽ വരും. പഠിക്കൊന്നും ചെയ്യാതെ വെറുതെ ദുആ ചെയ്തിട്ട് എൻ്റെ ദുആ ഒന്നും അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ? ശരിയാവോ? ശ്രമിച്ചോളെ കൂടി വേണം. എന്റെ ദുആ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അള്ളാഹു നമുക്കൊക്കെ എല്ലാവർക്കും ഉന്നത വിജയം നൽകട്ടെ. അള്ളാഹു നമുക്കൊക്കെ എല്ലാവർക്കും ++ നൽകട്ടെ. നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഏറ്റവും വലുത് ചോദിക്കണം. പഠിച്ചോനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പാസ്സായി പോയാൽ മതി, 5ാം ക്ലാസ് ഈ പൊതുപരീക്ഷ ഒന്ന് കയ്യിൽ കിട്ടിയാൽ മതി, ഒന്ന് പാസ്സായി മതി, അങ്ങനെ പറയാൻ പറ്റും.